രാജ്യം നേരിട്ട ആഗോള പ്രതിസന്ധിയുടെയും യുദ്ധ സാഹചര്യത്തിന്റെയും കാലത്ത് ജനങ്ങൾ കാട്ടിയ ഉത്തരവാദിത്ത ബോധത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. ആകാശവാണിയിലൂടെ തന്നെ സംപ്രേഷണം ചെയ്ത മൻ കി ബാത്ത് പരിപാടിയിലെ 135-ാം എപ്പിസോഡിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ നന്ദി അറിയിച്ചിരിക്കുന്നത്. യുദ്ധവും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും സൃഷ്ടിച്ച വെല്ലുവിളികളെ ഇന്ത്യൻ ജനത അതീവ പക്വതയോടെയും ആത്മവിശ്വാസത്തോടെയും നേരിട്ടുവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പൗരന്മാരുടെ ചെറിയ ചെറിയ കൂട്ടായ പ്രവർത്തനങ്ങൾ പോലും രാജ്യത്തിന്റെ വലിയ കരുത്തായി തന്നെ മാറിയെന്നും അതിവിടെ ഏറ്റവും വലിയ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ശക്തമായൊരു തെളിവ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. പ്രതിസന്ധി രൂക്ഷമായിരുന്ന സമയത്ത് സ്വർണം വാങ്ങരുതെന്നും അനാവശ്യ വിദേശയാത്രകളും പരമാവധി ഒഴിവാക്കണമെന്നും താൻ രാജ്യത്തോട് അഭ്യർത്ഥിച്ചിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ദേശീയ താൽപര്യം മുൻനിർത്തിക്കൊണ്ട് ആ അഭ്യർത്ഥന സ്വീകരിക്കുകയും ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുകയും ചെയ്ത ഓരോ ഇന്ത്യൻ പൗരനോടും രാജ്യം ഇവിടെ കടപ്പെട്ടിരിക്കുകയാണ് എന്നും അതോടൊപ്പം തന്നെ ഇന്ധന ഉപഭോഗം കുറയ്ക്കുവാനും വിഭവങ്ങൾ സംരക്ഷിക്കുവാനുമായി തന്നെ ജനങ്ങൾ സ്വമേധയാ തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയതായും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓരോ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നവർ വാഹനം അവിടെ പങ്കിട്ടുപയോഗിക്കുന്ന ഒരു കാർ പുള്ളിംഗ് രീതി കൂടുതൽ വ്യാപകമായതായതും പൊതുഗതാഗത സംവിധാനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതായും രാജ്യത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ മെട്രോ, ബസ്, ട്രെയിൻ തുടങ്ങിയ പൊതുഗതാഗത മാർഗങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ അവിടെ മാറിയതിലൂടെ തന്നെ ഇന്ധന ഉപഭോഗത്തിൽ കുറവ് വന്നതായും ഇത് ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമായി എന്നതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിസന്ധി സമയങ്ങളിൽ സർക്കാർ മാത്രം പ്രവർത്തിച്ചാൽ മതിയാകില്ല എന്നും ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും അത്യന്താപേക്ഷിതമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം തന്നെ നിൽക്കാൻ ഇന്ത്യൻ ജനത ഇപ്പോൾ തയ്യാറാണ് എന്നതാണ് ഈ അനുഭവം വീണ്ടും തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൻ കി ബാത്ത് പരിപാടിയിലൂടെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മികച്ച മാതൃകയും അതുപോലെ തന്നെ ജനങ്ങളുടെ സംഭാവനകളും എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രിയാകട്ടെ ദേശീയ പുരോഗതിക്ക് ജനപങ്കാളിത്തം ഏറ്റവും വലിയ ശക്തിയാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഐക്യത്തോടെയും ഉത്തരവാദിത്വത്തോടെയും മുന്നേറുന്ന ഇന്ത്യയുടെ കരുത്ത് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അവിടെ ലോകം കണ്ടതും പ്രധാനമന്ത്രി തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രതിരോധ വ്യോമയാന നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച വൻ മുന്നേറ്റത്തിന്റെ പ്രതീകമായി തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ C-295 വിമാനത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര നിർമ്മാണ ശേഷി ആഗോളതലത്തിൽ ഉയർത്താൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എയറോസ്പേസ് ആവാസ വ്യവസ്ഥയുടെ അതുപോലെ തന്നെ രാജ്യത്തിന്റെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ തോതിലുള്ള പുതിയ അവസരങ്ങളാണ് തുറന്നു കാട്ടുന്നത്. ഇത് ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ സംരംഭത്തിന് അല്ലെങ്കിൽ അതിൽ കാഴ്ചപ്പാടിന് കൂടുതൽ കരുത്ത് പകരുന്നതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അഖിലേന്ത്യാ റേഡിയോ, ദൂരദർശൻ നെറ്റ്വർക്കുകൾ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താ വിതരണ മന്ത്രാലയം എന്നിവയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് പരിപാടി കണ്ടിരിക്കുന്നത്. അതിലൂടെ തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും നമ്മൾ പൊതുജനങ്ങൾക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.